അങ്ങനെ നോക്കിയിരുന്ന് ആ ദിവസത്തിൽ ഞങ്ങളുടെ കമ്മീഷൻ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ പ്രാക്ടിക്കൽ എക്സാം ആണ് കേട്ടോ. അങ്ങനെ പ്രാക്ടിക്കൽ എക്സാമിന് പോകാൻ വേണ്ടി രാവിലെ 5 മണിക്ക് എണീറ്റ് വന്ന് സാരി അയൺ ചെയ്യായിരുന്നു. സാരിയിൽ നല്ല രീതിയിൽ ചുളിവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഒരു വിധത്തിൽ അത് അയൺ ചെയ്തു കൊടുത്തു. പിന്നെ വലിയ ഗ്ലാമർ ആവാനും ലുക്ക് ആവാനും ഒന്നും നിന്നിട്ടില്ല. കാരണം നമ്മൾ പ്രാക്ടിക്കൽ എക്സാമിന് പോകുമ്പോൾ എപ്പോഴും കുലയായിട്ട് വേണം പോകാൻ. പറ്റുമെങ്കിൽ കുറച്ച് എണ്ണയൊക്കെ തേച്ച് ഒട്ടിച്ച് ചന്ദനക്കുറിയൊക്കെ തൊട്ട് അങ്ങനെയൊക്കെ പറയുന്നത് കേട്ടിട്ട് അതേപോലെയൊക്കെ അത്രയൊക്കെ കാക്കിയില്ലെങ്കിലും കുറച്ചൊക്കെ ലൈറ്റ് ആയിട്ട് ഞാൻ മേക്കപ്പ് ഒന്ന് കുറച്ചു. പിന്നെ ഉണ്ടാക്കിയ ചാർട്ടും മോഡലും എല്ലാം വാരിക്കിട്ട് നമ്മൾ കമ്മീഷൻ നടക്കുന്ന സ്കൂളിലേക്ക് ബസ്സിലിരുന്ന് ഓടിപ്പോയി. ആദ്യം നമ്മൾ ക്ലാസ് എടുത്ത് കാണിച്ചു കൊടുക്കണം, പിന്നെ വൈവ അറ്റൻഡ് ചെയ്യണം. ഇത് രണ്ടും ആ കമ്മീഷനിൽ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ. ഒരു 2 മുടി അധികം കഴിഞ്ഞാലോ ഒരു നേരം ഭക്ഷണം വരെ കഴിച്ചില്ലെങ്കിലോ എനിക്ക് അപ്പം ടെൻഷൻ ആവും. അങ്ങനെയുള്ള ഞാൻ എക്സാമിന്റെ കാര്യത്തിൽ പിന്നെ എങ്ങനെയായിരിക്കും പറയണോ? 10ാം ക്ലാസ്സിലെ എക്സാം നല്ല രീതിയിൽ ടെൻഷൻ അടിച്ചിട്ട് ഞാൻ എൻ്റെ ഒരു A+ തന്നെ കൊണ്ടുപോയി കളഞ്ഞതാ. അന്ന് എനിക്ക് 9 A+ ആയി പോയി. അന്ന് ഞാൻ നിർത്തിയതാ ഈ ടെൻഷൻ അടിക്കുന്ന പരിപാടി. പിന്നെ തൊട്ടിങ്ങോട്ട് ഏത് എക്സാം വന്നാലും വൈവ വന്നാലും ഞാൻ കൂളായിട്ടായിരിക്കാറ്. അതുപോലെ എക്സാമിന്റെ 5 മിനിറ്റ് മുമ്പോ 10 മിനിറ്റ് മുമ്പോ ഞാൻ എൻ്റെ പഠിത്തം നിർത്തിയേക്കും. അങ്ങനെ ക്ലാസ്സും വൈവയും സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്ത് ഞാൻ ഈ കോഴ്സ് ക്വാളിഫൈഡ് ആയിട്ടുണ്ടെന്നുള്ള കാര്യം സന്തോഷം അറിയിക്കുന്നു.